വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി തുടരുന്നത് അവസാനിപ്പിക്കാൻ വേണ്ടി കെ സി വേണുഗോപാലിൻ്റെ പക്ഷം കൃത്യമായ നീക്കം നടത്തുന്നുണ്ട്. ശേഷാദ്രിനാഥൻ്റെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വലിയ പരാതി കോൺഗ്രസിനകത്ത് ഉരുണ്ടുകൂടിയിട്ടുണ്ട്. അതിൻ്റെ ആദ്യ പരാതി ചെന്നിത്തലയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്, മുഖ്യമന്ത്രിക്കല്ല, ആഭ്യന്തരമന്ത്രിക്കാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം കൂട്ടി കെ സി വേണുഗോപാൽ ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് വി ഡി സതീശനെ പുകച്ച് പുറത്ത് ചാടിക്കാൻ, ഇനി ആ സ്ഥാനത്ത് വീട് വേണ്ട എന്നുള്ള ഒരു നിലപാട് കോൺഗ്രസിൻ്റെ ഏറ്റവും നേതൃത്വത്തിൽ കെ സി വേണുഗോപാൽ എടുത്തു കഴിഞ്ഞു. അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ വേണുഗോപാലിന് വി ഡി സതീശൻ വേണ്ട എന്നുള്ളതല്ല, കെ സി വേണുഗോപാലൻ കേരളത്തിന് മുഖ്യമന്ത്രിയാവണം. അതിന് പുള്ളി എത്ര തരം താഴ്ന്ന പണിയും പുള്ളി ചെയ്യും. അതിന് നല്ല ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ശേഷാദ്രിനാഥൻ്റെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ. ആ വിവാദം ഉന്നയിച്ചിരിക്കുന്ന ആൾ പി എം നിയാസാണ്. അയാൾ പഴയ സാദിരിക്കോയുടെ മകനാണ്, കോഴിക്കോടുകാരൻ, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റോ എന്താണ്ടൊക്കെയായിരുന്നു ആ പുള്ളി. അങ്ങേരെ മകനായി ഈ പറയുന്ന നിയാസ് ഇപ്പൊ കണ്ണൂർ ജില്ലയുടെ ചുമതലയുണ്ട്. കോൺഗ്രസിന്റെ KPCC ജനറൽ സെക്രട്ടറിയാണ്. ഈ പറയുന്ന ആള് കെ സി വേണുഗോപാലിന്റെ പെറ്റാണ്. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്ത ആളുകളിൽ ഒരാളായിരുന്നു PM നിയാസ്. ഈ നിയാസാണ് കേരളത്തിന്റെ ഇദ്ദേഹത്തിന്റെ ശേഷാദ്രിനാഥ് ഇലക്ഷൻ കമ്മീഷന് ചുമതലയിരുന്ന സമയത്ത് ഇദ്ദേഹത്തിനാണ് പരാതി. ഇദ്ദേഹം പരാതി രണ്ട് തരത്തിൽ ഉന്നയിച്ചത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞു ഇയാളുടെ പഴയകാലം പൂർവ്വകാലത്ത് SFI ആയിരുന്നു. ശരിയാണ്, അതിനിപ്പോൾ എന്താ തെറ്റെന്തുള്ളത്? അയാൾ പഴയ കാലത്ത് SFI ആയിരുന്നെങ്കിൽ SFI ആയിരുന്നു എന്നുള്ളത് അയാൾക്ക് പുതിയ ഇലക്ഷൻ കമ്മിറ്റിയിലേക്ക് വരുന്നതിന് തടസ്സമുണ്ടോ? അത് രണ്ടാമത്തത്. ഈ PM നിയാസിനോട് എനിക്ക് ആകെപ്പാടെ ആവശ്യപ്പെടാനുള്ളത് ചരിത്രബോധം ഉണ്ടാവണം. നിങ്ങൾക്ക് ചരിത്രബോധവും ഇല്ല, വിവരവും ഇല്ല, കോൺഗ്രസ്സുകാരാണ്. അതുകൊണ്ടാണ്. കാരണം കേരളത്തിലെ ആദ്യത്തെ ഹോം മിനിസ്റ്ററുടെ പേരെന്താ? ജസ്റ്റിസ് PR കിഷേർ എന്നാണ്. ആ കിഷേർ പിന്നെ പിൽക്കാലത്ത് കേരള ഹൈക്കോടതി ജഡ്ജായില്ലേ? അതേ ആദ്യം പിന്നെ സുപ്രീം കോടതിയിൽ ജഡ്ജായില്ലേ? നിരവധി കോൺഗ്രസ്സുകാർ പരിപാടിക്ക് ഇദ്ദേഹത്തെ വിളിച്ചിട്ടില്ലേ? എന്ന് വെച്ചാൽ അവരുടെ പൂർവ്വകാല രാഷ്ട്രീയം നോക്കിയിട്ടല്ല നിയമനങ്ങൾ നിശ്ചയിക്കുന്നത്, ഒരാളുടെ കഴിവുകൾ പരിശോധിച്ചിട്ടാണ്. ആ കഴിവുകൾ പരിശോധിക്കുന്ന സമയത്ത് ശേഷാദ്രിനാഥിന്റെ കഴിവിനെ സംബന്ധിച്ച് ആർക്കും തർക്കമില്ല. അദ്ദേഹം നേരത്തെ ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്ററുടെ ആ സമയത്ത് അവിടെ ജില്ലാ ജഡ്ജിയായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ കണ്ണൂരിലെ കൊലപാതകങ്ങളുടെ വിധി പറഞ്ഞ അദ്ദേഹമായിരുന്നു. നല്ല ജില്ലാ ജഡ്ജി എന്നുള്ള പേര് എടുത്തിട്ടുണ്ട്. പല കാര്യങ്ങളും അദ്ദേഹം സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്റർക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഈ പറയുന്ന PM നിയാസ് പറയുന്നത് ഇദ്ദേഹത്തിന് സംഘപരിവാറുമായിട്ട് ബന്ധമുണ്ടെന്ന്. എന്താ കാരണം? ഇദ്ദേഹം കുറിതൊഴും. ഈ കുറിതൊട്ട ഇയാൾക്ക് എന്താ വിഷമം? ഇയാളെ പോലെയുള്ള ഇസ്ലാമിക തീവ്രവാദികളെ സംബന്ധിച്ച് മതമാണ് ഇവരുടെ പ്രശ്നം. ഒരു കാലത്ത് ഷാജി പറഞ്ഞ പ്രശ്നമുണ്ടല്ലോ, മതമാണ് 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 നിയാസിന്റെ പ്രശ്നം. ഈ പ്രശ്നം വെച്ചിട്ടാണ് നിയാസ് പറയുന്നത് അയാൾ കുറി തൊട്ടുണ്ട്, അയാൾ അമ്പലത്തിൽ പോകുന്ന ആളാണ്. കാരണം അങ്ങനെ അമ്പലത്തിൽ പോകുന്നു. ചാവക്കാട് ജില്ലാ സെഷൻസ് ജഡ്ജോ മറ്റായിരുന്നു. ആ സമയത്ത് സ്ഥിരമായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതിന് ചരിത്രമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ക്ഷേത്രത്തിൽ പോകുന്നതും ഇതേപോലെ തന്നെ കുറി തൊടുന്നതിനെയൊക്കെ വിമർശിക്കുന്നു എന്നുള്ളതാണ് നിയാസിന്റെ പ്രശ്നം. ഒരു KPCC ജനറൽ സെക്രട്ടറിക്ക് നിരക്കുന്നതാണോ ഇത്? ഒരു സാമാന്യ മര്യാദ വേണ്ടേ? അല്പൊരു അന്തസ്സ് വേണ്ടേ? ഒരു അഭിമാനം വേണ്ടേ? ഇയാൾക്ക് കെ സി വേണുഗോപാലിന് വിടുപണി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇയാൾ ചെയ്തിട്ട് ആർക്ക് വിരോധം? പക്ഷെ അങ്ങനെ വിടുപണി ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഹിന്ദുക്കളെ അപമാനിക്കുന്ന ഏർപ്പാട്, ആ പണി നിയാസ് ചെയ്യുന്ന മര്യാദയല്ല. ഇന്നിപ്പോ നിയാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ്. അയാൾ ഏത് കോൺഗ്രസിന്റെ KPCC ജനറൽ സെക്രട്ടറി ആയാലും എനിക്ക് പറയാനുള്ളത് ഇയാൾ ഹിന്ദു വിരുദ്ധനാണ്, ഇസ്ലാമിക തീവ്രവാദികളുടെ പെറ്റാണ്. ഇയാൾക്ക് താല്പര്യം ജിഹാദികളായിട്ടുള്ള ബന്ധമാണ്. അപ്പൊ എന്തൊക്കെയാണ് പറയുന്നത്? ആരുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല. ആരുമായിട്ട് ചർച്ച നടത്തി ഇയാള് കോൺഗ്രസിൽ ഉന്നയിക്കട്ടെ പ്രശ്നം. ഇവര് KPCC പ്രസിഡന്റ് ഉണ്ടല്ലോ, കണ്ണൂർക്കാരനാണല്ലോ, ഇയാൾക്ക് കണ്ണൂർ ജില്ലയുടെ ചുമതലയുണ്ടല്ലോ. ആ അളിയനെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയ ആള്, അയാളോട് ചോദിക്കട്ടെ, ഇയാൾ സണ്ണി ജോസഫിനോട് ചോദിക്കട്ടെ. അങ്ങനെ കൃത്യമായിട്ട് VD സതീശനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള കെ സി വേണുഗോപാലിന്റെ ഒരു കരു മാത്രമാണ് ഇയാള്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ടാവും, ഇപ്പൊ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ചിലർ പൊട്ടം കളിപ്പിക്കാറുണ്ടല്ലോ, ഈ കെ സി വേണുഗോപാലൊക്കെ കളിപ്പിക്കാറുണ്ട്. ഈ ചാടിക്കളിക്കിടെ കൊച്ചുരാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാടിക്കളിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി. സമാനമായിട്ടുള്ള രീതിയിൽ ഒരു ചാടിക്കളിക്കുന്ന ഒരു കൊച്ചുരാമനാണ് PM നിയാസ്. ആ നിയാസിനോട് കെ സി വേണുഗോപാൽ കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്ന ശേഷാദ്രിനാഥൻ RSS ആണ്. RSS ആണെന്ന് പറഞ്ഞ ഇവിടെ പലരും കുരുപൊട്ടും. അതാ പ്രശ്നം. അങ്ങനെ കുരുപൊട്ടിക്കോട്ടേത്. ഇവിടെ ആർക്ക് വിരോധം? എന്താ RSSന്റെ മാനദണ്ഡം? അമ്പലത്തിൽ പോകുന്നു. അങ്ങനെ അമ്പലത്തിൽ പോകുന്നവർക്ക് RSS ആണോ? ഇവരാണെന്ന് പറഞ്ഞോട്ടെ, ഇപ്പൊ നമുക്ക് ആർക്കും യാതൊരു വിരോധവുമില്ല. അങ്ങനെയാണെങ്കിൽ അമ്പലത്തിൽ പോകുന്നവർ സകലരും RSS ആണെങ്കിൽ കെ കരുണാകരൻ RSS ആയിരുന്നല്ലോ.
കോൺഗ്രസിൽ ഇപ്പോൾ ഒരു പലരും RSS ആണല്ലോ, ബിന്ദു കൃഷ്ണ RSS ആണല്ലോ, അങ്ങനെ ധാരാളം പേര് RSSകാരുണ്ടല്ലോ, രമേശ് ചെന്നിത്തല RSS ആണല്ലോ. ഇവരൊക്കെ അമ്പലങ്ങളിൽ പോകുന്നവരല്ലേ, ക്ഷേത്രത്തിൽ പോകുന്ന RSS ആണ്, നെറ്റിയിൽ കുറി തൊടുന്ന RSS ആണ്. ഈ തരം ചില ആരോപണങ്ങൾ ഉന്നയിച്ച് ജിഹാദികളുടെ കയ്യടി നേടുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് താല്പര്യം. അതിന് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീമാൻ KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ ഏക അജണ്ടയിൽ ജീവിക്കുകയാണ്. ഏതെങ്കിലും തരത്തിന് തനിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവണം. ആ ഒരു പരിശ്രമം അങ്ങേര് ഈ മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് വലുതായിട്ട് നടത്തിയിരുന്നു. കാരണം അങ്ങേര് മത്സരത്തിലുണ്ടായിരുന്നു, രമേശ് ചെന്നിത്തല മത്സരത്തിലുണ്ടായിരുന്നു, VD സതീശൻ മത്സരത്തിലുണ്ടായിരുന്നു. കൂടുതൽ കരുത്തനായിരിക്കുന്നത് സതീശൻ അതിൽ KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും വെട്ടിനിരത്തിക്കൊണ്ട് മറികടന്നുകൊണ്ട് കേരളത്തിന് മുഖ്യമന്ത്രിയായെന്നുള്ള വസ്തുതയാണ്. അങ്ങനെയുള്ള മുഖ്യമന്ത്രിയെ ഇപ്പൊ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഭരിപ്പിക്കാതിരിക്കാനായിട്ടുള്ള വലിയ പരിശ്രമം നടത്തുന്നത് കോൺഗ്രസ്സുകാരാണ്. ഈ ആരോപണം BJPക്കാരും ഉന്നയിച്ചിട്ടില്ല, ഈ ആരോപണം CPM ഉന്നയിച്ചിട്ടില്ല, ഇവിടുത്തെ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉന്നയിച്ചിട്ടില്ല, NDA ഉന്നയിച്ചിട്ടില്ല. ആകെ ഉന്നയിച്ചത് കോൺഗ്രസ് ആണ്. നിലവിലിരിക്കുന്ന VD സതീശൻ മന്ത്രിസഭയ്ക്കെതിരായിട്ടുള്ള എല്ലാ ആരോപണങ്ങളുടെയും റൂട്ട് തെരഞ്ഞെടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും അത് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്, അത് KC വേണുഗോപാലാണ്. അതിൽ രമേശ് ചെന്നിത്തലയുടെ പങ്ക് അന്വേഷിക്കേണ്ട പ്രശ്നമുണ്ട്, അത് സണ്ണി ജോസഫിന്റെ പങ്ക് അന്വേഷിക്കണം. ഈ പറയുന്ന നേതാക്കന്മാർ, സണ്ണി ജോസഫ് ഇപ്പൊ KPCC പ്രസിഡന്റാ, ഈ പറയുന്ന സണ്ണി ജോസഫും KC വേണുഗോപാലും അതുപോലെ തന്നെ PM നിയാസും അടങ്ങുന്ന ലോബി തന്നെയാണ് കേരളത്തിന്റെ ഈ സാമ്പത്തികം അല്ലെങ്കിൽ കേരളത്തിന്റെ ഭരണചക്രത്തെ ഏറ്റവും കൂടുതൽ ദുർബലപ്പെടുത്താനായിട്ടുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിന് ദൂഷ്യകരമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം, ഒരു വർഷമെങ്കിലും അവർക്ക് ഭരിക്കാനുള്ള അവസരം കൊടുക്കണം. അങ്ങനെ ഒരു വർഷം ഭരിക്കാൻ പോലും അവസരം കൊടുക്കാതെ കണ്ട് ഈ പറയുന്ന VD സതീശൻ ദുർബലപ്പെടുത്തുന്ന KC വേണുഗോപാലിന്റെയും നിയാസിന്റെയും സണ്ണി ജോസഫിന്റെയും ഉദ്ദേശം കേരളത്തെ ദുർബലപ്പെടുത്താണ്. കേരളത്തിന്റെ സാധാരണ ജനങ്ങളുടെ കണ്ണീര് കണ്ടിട്ടാണ്, അതിൻ്റെ അന്തവിത്തുക്കളായിട്ടാണ് ഇവർ ജീവിക്കുന്നത്. ഇവർ ജീവിക്കുന്നത് കേരളത്തിന് വേണ്ടിയിട്ടില്ല. കേരള വിരുദ്ധരാണ് ഇവര്, കേരള തനിമയില്ലാണ്ടാക്കുന്നവരാണ് ഇവര്, കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്നവരാണത്. ആദ്യത്തെ ശ്രമമായ സണ്ണി ജോസഫിനെ അളിയനെ വെച്ചുകൊണ്ട് നടത്തിയ ഒരു ശ്രമം, അത് പരാജയപ്പെട്ടു പോയി. അങ്ങനെ നിരവധി കാര്യങ്ങൾ പരാജയപ്പെട്ട സണ്ണി ജോസഫും ഈ പറയുന്ന KC വേണുഗോപാലും എല്ലാം കൂടി എടുക്കുന്ന ഒരു തീരുമാനം നിയാസിൽ കൂടി പുറത്തു വന്നേ ഉള്ളൂ. ഏതാണെങ്കിൽ ആ തീരുമാനം കേരളത്തിന് വേണ്ടിയിട്ട്, കേരളത്തിന് ഗുണകരമല്ല എന്നുള്ളതാണ് എനിക്ക് പ്രാഥമികമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. പക്ഷേ ഈ പറയുന്ന തമ്മിലടി അത് രൂക്ഷമാണ് കോൺഗ്രസിനകത്ത് എന്നുള്ളതാണ്. ഓരോരുത്തർക്കും മുഖ്യമന്ത്രിയാകണം, അത് ആദ്യം തൊട്ട് നമ്മൾ പ്രധാനമായിട്ട് 4 പേരെ കണ്ടു. ഒന്ന് VD സതീശൻ, ചെന്നിത്തല, സുധാകരൻ, KC വേണുഗോപാൽ, ഇങ്ങനെ 4 പേര് പ്രധാനപ്പെട്ടതായിട്ടുണ്ട്. പക്ഷേ അവിടെ ഈ ലീഗിന് വരെ താല്പര്യം ഉണ്ടായിരുന്നു കുഞ്ഞാപ്പയെ ഒന്ന് മുഖ്യമന്ത്രിയാക്കി കാണാനായിട്ട്. പക്ഷെ അപ്പോൾ ഈ പറയുന്ന തൃശങ്കുവിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് VD സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. ആ സുഖമൊന്നും, മുഖ്യമന്ത്രിയാവുന്നതിൻ്റെ സുഖമൊന്നും അനുഭവിക്കാനായിട്ട് കോൺഗ്രസിലെ ഈ നേതാക്കൾ അനുഭവിക്കുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്കാണ് ശത്രുതയും വൈരാഗ്യവും, എങ്ങനെയും താഴെ ഇറക്കണം. അത് കോൺഗ്രസിൽ അങ്ങനെയാണ്. ഈ നാടിന്റെ കേരളത്തിന്റെ ചരിത്രത്തെ തിരുത്തി കുറിച്ചുകൊണ്ട് കേരളത്തെ സർവനാശത്തിലേക്ക് എത്തിക്കുന്ന കോൺഗ്രസ് ആണ്. അത് ആദ്യമായിട്ടില്ല. ഉമ്മൻചാണ്ടി ആന്റണിയെ താഴെ ഇറക്കിയിട്ട്, ഉമ്മൻചാണ്ടി ആന്റണി താഴെ ഇറക്കി, ഈ പറയുന്ന ആന്റണി വന്നിട്ട് കെ കരുണാകരനെ താഴെ ഇറക്കി, ഉമ്മൻചാണ്ടിയും ആന്റണിയും കൂടി ചേർന്നുകൊണ്ട് കെ കരുണാകരൻ ഒരിക്കൽ താഴെ ഇറക്കിയിട്ടുണ്ട്. ഇത് 1977 തുടങ്ങിയിട്ടുള്ള കോൺഗ്രസിന്റെ ചരിത്രത്തിലെ വസ്തുതയാണ്. അന്ന് ആദ്യത്തെ പ്രാവശ്യം രാജൻ വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡേറ്റാസും കൊടുത്തത് ശ്രീമാൻ AK ആന്റണിയാണ്. ആന്റണി എന്ന കെ കരുണാകരനെ താഴെ ഇറക്കി. അത് കഴിഞ്ഞ് രണ്ടാമതും പിന്നെ കരുണാകരൻ വീണ്ടും പഠിച്ചു കയറി. ആ സമയത്തും ആന്റണി വന്നു. അത് കഴിഞ്ഞ് 3ാമത്തെ പട്ടം വന്നു, അന്നും ആന്റണി വന്നു. ആന്റണി അന്ന് എന്താ പറഞ്ഞെന്നറിയാമോ? ഡൽഹിയിൽ നിന്ന് പറന്നിറങ്ങുകയാണ് ഭക്ഷ്യവകുപ്പിന്റെ മന്ത്രിയായിട്ട്. അവിടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഭക്ഷ്യവകുപ്പ് കൊള്ളാത്തതുകൊണ്ട് ഞാൻ രാജിവെച്ച്, ആദർശധീരനായിരിക്കുന്ന ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞ AK ആന്റണി കേരളത്തിൽ സ്പെഷ്യൽ ചാർട്ടർ ചെയ്തിരിക്കുന്ന ഫ്ലൈറ്റിലെത്തിയിട്ട് തിരുവനന്തപുരത്ത് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നേരെ പോയത് അവിടെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയിട്ടാണ് പോയത്, രാജ്ഭവനിലേക്കാണ് പോയത്. അത്തരം നിലവാരം കുറഞ്ഞ ആളുകളാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ളത്. AK ആന്റണി ആയാലും കൊള്ളാം, കെ കരുണാകരനായാലും കൊള്ളാം, ഉമ്മൻചാണ്ടി ആയാലും കൊള്ളാം, അതിനുശേഷം ഉമ്മൻചാണ്ടിയെ പോലും അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന മറ്റു ചില ആളുകൾ. അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ച് അട്ടിമറികൾ ഒരു വാർത്തയല്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെ പാരമ്പര്യം വെച്ചുകൊണ്ട് VD സതീശനും അട്ടിമറിക്കപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി എത്ര കാലം സതീശന്? ഒന്നും പറയാൻ സാധ്യമല്ല.
ഇപ്പൊ ഈ പറയുന്ന KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയൊക്കെ അവരെല്ലാവരും കൊണ്ട് സതീശനങ്ങ് എഴുന്നേൽക്കാൻ കാത്തു നിൽക്കുക. എഴുന്നേറ്റ് കഴിഞ്ഞാൽ കസേര ഇവർ പുറകോട്ട് വലിക്കും. പിന്നെ സതീശൻ മറ്റേ പൃഷ്ഠം കുത്തിയിട്ട് താഴെ വീഴും. ഈ വീഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് കോൺഗ്രസ്സുകാര്, കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്തവര്, കേരളത്തിന്റെ വികസനത്തിന് അവർക്ക് യാതൊരു ലക്ഷ്യമില്ലാത്തവര്. അങ്ങനെയുള്ള ആളുകൾ കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്ന പരിശ്രമത്തിൽ പല ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. അതിലൊന്നു മാത്രമാണ് ഈ പറയുന്ന നിയാസിന്റെ പ്രസ്താവനയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.